അടിസ്ഥാനപരമായി ഈ രാജ്യം സംസ്ഥാനങ്ങളുടെ രാജ്യമാണ്. അപ്പൊ ആ സംസ്ഥാനങ്ങളിൽ ഒന്നിനെ ഞെക്കിക്കൊല്ലാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമത്തിനെതിരെയുള്ള വലിയ ചെറുത്തുനിൽപ്പാണ് കേരളം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളുടെ പബ്ലിക് ഡെറ്റ് തീരുമാനിക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശം എന്നുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തെ കുറിച്ചുള്ള അത് അസേർട്ട് ചെയ്യാനുള്ള നമ്മുടെ നീക്കം ഉപേക്ഷിക്കും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയം. ഞങ്ങളോടും പറയുകയാണ് നിങ്ങൾ ഇത് കേൾക്കാൻ പാടില്ല എന്നുള്ളത്. സുപ്രീം കോടതി ഈ കേസ് കേൾക്കാൻ പാടില്ല. കാരണം സുപ്രീം കോടതി ഭരണഘടനാപരമായി ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ അത് ശരിയായ തീരുമാനം എടുക്കും എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു സങ്കല്പം. ആ തീരുമാനം എടുക്കാൻ അവരെ അനുവദിക്കില്ല. സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. നമ്മളിന്ന് സംസാരിക്കുന്നത് കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി ഉയർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയും പരിഗണിക്കുന്നതിനിടയിൽ 13,608 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അനുവാദം നൽകാമെന്ന് കേന്ദ്രം പറയുകയും അതിന് നേരത്തെ വെച്ചിരുന്ന ഉപാധി, അതായത് കേസ് പിൻവലിക്കണം എന്നുള്ള ഉപാധി കോടതി തന്നെ ഇടപെട്ട് അങ്ങനെ ഉപാധി വയ്ക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് പറയുകയും കേരളം ഈ 13,608 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കുന്നത് സ്വീകരിക്കാം എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ബാക്കി തുക, അതായത് കൂടുതൽ കടമെടുക്കേണ്ട ആവശ്യമുണ്ട് കേരളത്തിന് എന്ന് കേരളം പറയുകയും അതിനുള്ള അർഹത കേരളത്തിനുണ്ട് എന്ന് കേരളം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോൾ അത് നിങ്ങൾ പരസ്പരം സംസാരിക്കൂ എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു. ആ പരസ്പരമുള്ള സംസാരം ഇന്നലെ കഴിഞ്ഞു. കേന്ദ്രവും കേരളവും പരസ്പരം സംസാരിച്ചു. കേരളം 19,000 കോടി രൂപ കൂടി ഞങ്ങൾക്ക് കടമെടുക്കാൻ അനുവാദം വേണം ഈ സാമ്പത്തിക വർഷം എന്ന് ആവശ്യമുന്നയിക്കുകയും കേന്ദ്രം അത് നിരസിക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് നമ്മൾ ഇൻസൈറ്റിൽ സംസാരിക്കുന്നത്. നമുക്കിപ്പോൾ ഉള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും സാമ്പത്തിക കാര്യ ജേർണലിസത്തിൽ പരിചയമുള്ള ആളുമായ ശ്രീ KJ ജേക്കബാണ്. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു. ഈ മാസം ശമ്പള വിതരണത്തിൽ വലിയ പ്രതിസന്ധി കേരളം നേരിട്ടു. അത്തരമൊരു ഘട്ടത്തിലാണ് കേരളം തങ്ങൾക്ക് അവകാശപ്പെട്ട കടമെടുക്കാൻ തങ്ങൾക്ക് അധികാരമുള്ളത് അനുവദിക്കണം എന്ന ആവശ്യം കേന്ദ്രത്തിന് മുന്നിൽ ഉന്നയിക്കുന്നത്. ശ്രീ KJ ജേക്കബ്, നമ്മൾ ഈ 13,608 കോടി രൂപ കേന്ദ്രം കടമെടുക്കാൻ അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരുന്നത് കേരളത്തിന് ഇനി അധിക തുക കടമെടുക്കാൻ കഴിയില്ല, പരമാവധി കടമെടുക്കാൻ കഴിയുന്നത് 2,000 കോടി രൂപയാണ്. കേരളത്തിൻ്റെ ഇതര കടങ്ങൾ, അതായത് ഈ കിഫ്ബി പോലെയുള്ള ഉപാധികളിലൂടെ കേരളം കടമെടുത്തത് കേന്ദ്രം പരിഗണിച്ചിട്ട് അത് തൽക്കാലത്തേക്ക് ഒഴിവാക്കി കൊടുത്താൽ പോലും ഇത്രയേ കടമെടുക്കാൻ കഴിയൂ, അത്ര പരിധിയേ കേരളത്തിനുള്ളൂ എന്നൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടു. ആ വിധത്തിലുള്ള വിശദീകരണങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് നമ്മൾ കേട്ടു. അതിനുശേഷം പെട്ടെന്നിതാ കേന്ദ്രം പറയുന്നു കേരളത്തിന് 13,608 കോടി രൂപയുടെ കടമെടുക്കാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കേന്ദ്രം പറയുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നേരത്തെ ഇതൊന്നുമില്ല, ഇത്രയൊന്നും കടമെടുക്കാൻ കേരളത്തിന് അനുവാദമില്ല, കേരളത്തിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പെട്ടെന്ന് എങ്ങനെയാണ് ഈ 13,608 കോടി രൂപ കേരളത്തിന് കടമെടുക്കാനുള്ളൊരു അവസരം ഉണ്ടാകുന്നത്? ഈ 13,608 കോടി രൂപയുടെ കണക്ക് വന്നപ്പോൾ തന്നെ ഇതും കടമല്ല, ഇതും നമ്മൾ തന്നെ വീട്ടണ്ടേ എന്നുള്ള ചോദ്യമാണ് ആദ്യം ഞാൻ കേട്ടത്. അതായത് എങ്ങനെയായാലും കേരളം ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്നൊരു നരേറ്റീവ് കുറെ പേര് ഇരുന്ന് ഉണ്ടാക്കി വിടുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ കടവും ഇതും നമ്മൾ തന്നെ വീട്ടേണ്ടി വരുമല്ലോ, ഓരോരുത്തരുടെയും വീട്ടിലേക്ക് വരുന്ന കടം എന്നുള്ള മട്ടിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. അതിൽ നമ്മൾ കാണേണ്ട കാര്യം, കേരളത്തിന് ഇത്രയും ഈ 13,608 കോടി രൂപ 13,008 കോടി രൂപ എന്നുള്ളത് ഇത് വരുന്നത് പല വിധത്തിലായി കേരളം ചെലവഴിച്ച പണം അത് ന്യായമല്ലാത്ത വിധത്തിലാണ്. അത് കേരളം ആ രൂപത്തിലായിരുന്നില്ല ചെലവാക്കേണ്ടിയിട്ട്. അതുകൊണ്ട് അത് നിങ്ങളുടെ കടത്തിന്റെ ഭാഗമായി കണക്കാക്കാൻ പറ്റില്ല ഒരു ലോജിക് കേന്ദ്ര സർക്കാർ നേരത്തെ കൊണ്ടുവരും. അതുകൊണ്ടാണ് ഈ 13,008 കോടി രൂപ നേരത്തെ അനുവദിക്കാതിരുന്നത്. അതല്ലെങ്കിൽ നമുക്കത് അനുവദിച്ച് കിട്ടേണ്ട പൈസയാണത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഫെബ്രുവരി 15 നടന്ന സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം നടന്ന ചർച്ചയിൽ ഈ പണം അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതാണ്, പ്രൊവൈഡഡ് കേസ് പിൻവലിക്കണം. അപ്പൊ ഇത് നമുക്ക് ലെജിറ്റിമേറ്റ് ആയി സംസ്ഥാനത്തിന് പല അക്കൗണ്ടുകളിലായി, എനിക്ക് തോന്നുന്നു വൈദ്യുതി മേഖലയിലെ പരിഷ്കരണം, അങ്ങനെ 3-4 സെഗ്മെന്റുകളിലായി ഉള്ള പണങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ഇത് നമുക്ക് അർഹമായിട്ട് കിട്ടേണ്ട പണമാണ് എന്നുള്ള കാര്യത്തിൽ കേന്ദ്രത്തിന് സംശയമില്ല. ഫെബ്രുവരി 15 വരെ ആ സംശയം ഉണ്ടായിരുന്നു. കാരണം ഇത് എനിക്ക് തോന്നുന്നു അന്ന് ഈ പണം നേരത്തെ എടുക്കാൻ നമ്മളെ അനുവദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം കേരളം കേസിന് പോകുമോ എന്നുള്ളത് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം കേരളത്തിന്റെ കേസിന്റെ അടിസ്ഥാനം എന്നുള്ളത് സ്റ്റേറ്റിന്റെ പബ്ലിക് ഡെറ്റ് എന്നുള്ളത്
തീരുമാനിക്കാനുള്ള അവകാശം ഭരണഘടനയുടെ പിന്നെ 7th ഷെഡ്യൂൾ പ്രകാരം അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടതാണ്. അതിന്റെ പുറത്ത് കേന്ദ്ര സർക്കാർ വിവിധ തരത്തിലുള്ള അതിന്റെ നിയമപരവും നയപരവുമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഈ പരിധിയിൽ ഇടപെടുന്നു. അത് ശരിയല്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ഒറിജിനൽ സൂട്ട്. അതിലേക്ക് നമ്മൾ പോകാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കടം എടുക്കാൻ പറ്റുന്ന തുകകൾ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഈ തുക നമുക്ക് അർഹമാണ് എന്നുള്ളത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച്, നമ്മുടെ നാട്ടിലെ പിന്നെ മുക്കാക്കാശിന്റെ സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്ന നമ്മൾ വിട്ടേക്ക്, ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ട് പോലും നമ്മളതിന്റെ ഈ മൊത്തം കേസിലും എന്നെ സംബന്ധിച്ചോളം ഇതിന്റെ സാമ്പത്തികമല്ല അടിസ്ഥാനപരമായ പ്രശ്നം, ഇതിന്റെ രാഷ്ട്രീയമാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ഈ 13,000 കോടി രൂപ എടുക്കാൻ നമ്മളെ അനുവദിക്കാം, പക്ഷേ നിങ്ങൾ കേസ് പിൻവലിക്കണം എന്ന് സുപ്രീം കോടതിയിൽ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ പറയുമ്പോൾ തന്നെ അതിന്റെ രാഷ്ട്രീയമല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 13,000 കോടി രൂപ നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ എങ്ങനെയാണ് ഈ കേസ്, അതായത് സുപ്രീം കോടതിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ പിന്നെ ഭാഗത്ത് ആർട്ടിക്കിൾ 331 രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ളതോ ഒരു സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ളതോ പരാതികൾ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ഉള്ള ഭരണഘടനാപരമായ അവകാശം സുപ്രീം കോടതിക്കാണ്. ഈ അവകാശമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ അവകാശം നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ഇത് ഉപയോഗിച്ചാൽ ഞങ്ങൾ കാശ് തരില്ല എന്ന് പറഞ്ഞിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ ബ്ലാക്ക്മെയിൽ, ഈ ഗുണ്ടായിസം, അതാണ് സത്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ പണം കേരളത്തിന് കടമെടുക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞ ആളുകളോടാണ് നമ്മളിത് ചോദിക്കേണ്ടത്. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ വർത്തമാനം പറഞ്ഞത്? കേരളം എവിടെയാണ് അതിന്റെ ലിമിറ്റ് പിന്നെ ക്രോസ് ചെയ്തത്? കേരളത്തിന് എടുക്കാൻ പറ്റാത്ത കടമാണ് എടുക്കുന്നത്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കേരള സർക്കാർ ചെയ്യുന്ന ഏത് കാര്യത്തെയും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന മാന്യന്മാരാണ്. കാരണം നമ്മുടെ സംസ്ഥാന സർക്കാർ പാസ്സാക്കിയ നിയമം അനുസരിച്ച് നമ്മുടെ GDP-യുടെ 3.5% നമുക്ക് കടമെടുക്കാം. 3.5% നമ്മൾ എടുക്കുന്നുള്ളൂ. കേന്ദ്ര സർക്കാർ 5.9% ഈ വർഷം എടുക്കുന്നത്. എല്ലാവരും കേന്ദ്ര സർക്കാർ നിയമപ്രകാരം 3% ചുരുക്കേണ്ടതാണ്. അപ്പൊ ഈ 3% എന്നുള്ളത് ഒരു ലിമിറ്റാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അത് 5.9% ഉണ്ടാക്കുമ്പോൾ ഈ രാജ്യത്തിന് അതിന്റെ പേരിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മളിപ്പോ കാണുന്ന ഇൻഫ്ലേഷനൊക്കെ അതിന്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് യാതൊരു ആകുലതയുമില്ലാത്ത ആളുകള് 3.5% വെച്ചിട്ട് അതിൽ 3.4% മാത്രം കടമെടുത്ത, സത്യത്തിൽ ഈ കടമെടുപ്പ് ഇങ്ങനെ ഇത്രയും ചുരുക്കിയത് കൊണ്ടാണ് നമുക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഇത് ചുരുക്കിയ കേരളത്തിന്റെ മെക്കെട്ടുകാരിലാണ് നമ്മുടെ നാട്ടിലെ കുറെ സാമ്പത്തിക വിദഗ്ധന്മാരുടെ പണി. ഒരു തരത്തിലുള്ള, അതായത് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ട് മാത്രം എതിർക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ മനുഷ്യരുണ്ട്. അത് ഈ രാജീവ് പറഞ്ഞ പോലെ ഈ എടുക്കാനേ പാടില്ല, പരമാവധി 2,000 എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ മനുഷ്യരുടെ ഒക്കെ പ്രശ്നം ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കുന്നു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ്. നിങ്ങൾക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എതിർക്കാം, അത് നമ്മുടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള മനുഷ്യരുടെ അവകാശമാണ്. പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ ന്യായമായ അവകാശങ്ങളെ അതിൽ ഭരണഘടനാപരമായി, നിയമപരമായി, രാഷ്ട്രീയപരമായി നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ അതിലെല്ലാം പിണറായി വിജയനാണ് അപ്പുറത്തുള്ളത് എന്നുള്ള മട്ടിൽ കൂട്ടിക്കുഴയ്ക്കുന്ന വിദഗ്ധന്മാരാണ് ചോദ്യം ഉത്തരം പറയേണ്ടത്, ഞാനല്ല. റൈറ്റ്. ഇത് പറയുമ്പോഴേ നമ്മളിപ്പോൾ ഇത് രാഷ്ട്രീയം തന്നെയാണ് എന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാരണം ഇപ്പോൾ കിഫ്ബി വഴി എടുത്ത വായ്പ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെടുത്ത വായ്പ, കേരളത്തിൻ്റെ ട്രഷറിയിൽ വരുന്ന നിക്ഷേപം, ഇതൊക്കെ എന്താ പറയുക, കേരളത്തിൻ്റെ കടത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള പരിധി കേന്ദ്ര സർക്കാർ താഴ്ത്തി വയ്ക്കുന്നത്. ഇതാണെങ്കിലോ മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഇതൊക്കെ കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ നാളെ മുതൽ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ടല്ല, മുൻകാലത്ത് നിങ്ങൾ ചെയ്തതൊക്കെ കണക്കാക്കിയിട്ട് ഞങ്ങൾ നാളെ മുതൽ നിങ്ങളുടെ കടപരിധി കുറയ്ക്കുകയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അങ്ങനെ രാഷ്ട്രീയമുണ്ടായിരിക്കെ അപ്പോൾ പോലും, അതായത് ഇത് നടക്കുമ്പോൾ പോലും കേന്ദ്രം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്കിതാ ഇനി ഇത് എടുക്കാനേ കഴിയില്ല എന്നുള്ളതാണ്. അത് പെട്ടെന്ന് മാറിയിട്ടാണ് ഈ 13,008 കോടി രൂപ ഇതാ ഉടനെ അനുവദിക്കാം എന്ന് കേന്ദ്രം പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് മനഃപൂർവ്വം അവിടെ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. കേരള സർക്കാർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ വളരെ വൈരതിരിയാതന ബുദ്ധിയോടുകൂടെ കേരളത്തെ സമീപിക്കുകയും കേരളത്തിന് അർഹതപ്പെട്ടത് അങ്ങ് തടഞ്ഞു വെച്ചേക്കുക, ഒരു പ്രതിസന്ധിയിലേക്ക് കേരളത്തെ എത്തിക്കുക, അതിന് പാകത്തിലുള്ള ഒരു രാഷ്ട്രീയമാണോ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരുന്നത്?
എക്സാക്ട്ലി. ഇതിന് രാഷ്ട്രീയ നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഇതിന്റെ അകത്ത് തടഞ്ഞു വെച്ചു എന്ന് മാത്രമല്ല, അതായത് നമ്മൾക്ക് ന്യായമായി ഈ 13,000 കോടി രൂപ ഞങ്ങൾക്ക് കടമെടുക്കണം എന്ന് ഒരു നോട്ട് കേരള സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രത്തിൽ എത്തിക്കഴിയുമ്പം അത് ലെജിറ്റിമേറ്റ് ആണ്, അത് അനുവദിക്കണം എന്നുള്ളത്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അനുവദിക്കണം എന്ന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യത 99%. അതിനകത്ത് രാഷ്ട്രീയമല്ല. കാരണം കേന്ദ്ര സർക്കാരിന്റെ സ്ട്രക്ചർ എന്നുള്ളത് രാഷ്ട്രീയമല്ല. കേന്ദ്ര സർക്കാരിന്റെ മെഷീനറി എന്നുള്ളത് രാഷ്ട്രീയമല്ല. നയപരമായ കാര്യങ്ങൾ മാത്രമാണ് അവിടെ. നമ്മുടെ പോലെയല്ല. കേന്ദ്രത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർ, വളരെ സീനിയർ സെക്രട്ടറി ലെവലൊക്കെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥന്മാർ പറയുന്നതാണ്. അപ്പം അവരതിനെ പ്രൊഫഷണൽ രീതിയിലാണ് കണക്കാക്കുന്നത്. അവർ ഭരണഘടനാപരമായിട്ടാണ് സാധാരണഗതിയിൽ പെരുമാറുന്നത്. അപ്പം അതവിടെ തടഞ്ഞു വെച്ചു. അത് രാഷ്ട്രീയപരമായ തീരുമാനം. തടഞ്ഞു വെച്ചതിന് ശേഷം സുപ്രീം കോടതിയിൽ കേസ് വന്നതിന് ശേഷം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ചർച്ച നടത്തിയപ്പം ഈ പൈസ അനുവദിക്കാമെന്ന് ഫെബ്രുവരി 15-ന് അവർ പറഞ്ഞതാണ്. പക്ഷേ കേസ് പിൻവലിക്കണം. അത് വീണ്ടും രാഷ്ട്രീയമാണ്. അതായത് ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ഈ പണം കേരളത്തിന് അർഹതപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴും അവിടെ രാഷ്ട്രീയം വരികയാണ്. അത് നിങ്ങൾ കേസ് പിൻവലിക്കണം. അതായത് സംസ്ഥാനങ്ങളുടെ പബ്ലിക് ഡെറ്റ് തീരുമാനിക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശം എന്നുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തെക്കുറിച്ചുള്ള നമ്മളുടെ അത് അസേർട്ട് ചെയ്യാനുള്ള നമ്മുടെ നീക്കം ഉപേക്ഷിക്കും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയം. ഇനി ഇതിന്റെ രാഷ്ട്രീയത്തെ നമ്മൾ പുറകോട്ട് വലിച്ചാൽ കാണുന്നത് 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ LDF സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് കേരളം നമ്മൾ അതിനു മുമ്പിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ക്രൈസിസിൽ കൂടി കടന്നുപോയി. അപ്പൊ മുഴുവൻ ഈ സംസ്ഥാനത്തെ മനുഷ്യരെ പിടിച്ചു നിർത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകളാണ്. ഇപ്പം പിന്നെ പ്രളയം വന്നു കഴിഞ്ഞപ്പോഴും കൊറോണ വന്നു കഴിഞ്ഞപ്പോഴും ഒക്കെ ഒരു സമൂഹം എന്ന നിലയിലാണ് നമ്മളതിനെ അതിജീവിച്ചത്. ഒറ്റയ്ക്ക് ഒരാൾ, നിങ്ങൾക്ക് പറ്റുന്നത് രാജീവിനെ കൊണ്ട് പറ്റുന്ന പോലെ രാജീവും, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും, പിന്നെ എൻ്റെ വീട്ടിൽ തൊഴിലെടുക്കാൻ വേണ്ടി വരുന്ന അങ്ങനെയല്ല. എല്ലാവരുടെയും വീട്ടിലേക്ക് സർക്കാർ എത്തുകയാണ്. സർക്കാർ എന്ന് വെച്ചാൽ നമ്മൾ, അത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഔദാര്യം എന്ന നിലയ്ക്കല്ല, പൗരന്മാർ എന്ന നിലയ്ക്ക്, നമ്മുടെ അവകാശം എന്ന നിലയ്ക്ക് ഒരു സമൂഹം ഒരുമിച്ച് നിന്നാണ് നമ്മൾ ആ പ്രതിസന്ധിയെ കരകയറി. ആ പ്രതിസന്ധിയിൽ നിന്ന് പോരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിനുള്ള പണം അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി സർക്കാരിനുണ്ടായിരുന്നു. അതിനുള്ള പണം സർക്കാർ ഉറപ്പുവരുത്തി എന്നുള്ളതാണ്. ഈ പെൻഷൻ കൊടുക്കുന്നതാണെങ്കിലും പെൻഷൻ കിറ്റുന്നൊക്കെ ഇവർ കളിയാക്കി മനുഷ്യർ ആ പെൻഷനും കിറ്റും കൊണ്ടാണ് ജയിച്ചതെന്ന് പറയുമല്ലോ. എനിക്ക് കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷെ പെൻഷനും കിറ്റും എന്ന് പറഞ്ഞാൽ വെറും പെൻഷനും കിറ്റും അല്ലാതെ അത് ആത്മാഭിമാനത്തോടു കൂടി അന്തസ്സോടു കൂടി ജീവിക്കാനുള്ള മലയാളിയുടെ അവകാശം LDF അംഗീകരിക്കുകയും LDF എന്ന സർക്കാർ അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം. ഇങ്ങനെ പണലഭ്യത ഉറപ്പുവരുത്തി മനുഷ്യർക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി ലോകത്ത് മനുഷ്യർ വെറുതെ വീണ് മരിക്കുമ്പോൾ, പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ അതില്ല എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ പണലഭ്യത ഉറപ്പുവരുത്താൻ ഒന്നാം പിണറായി സർക്കാരിന് കഴിഞ്ഞിരുന്നു. അതാണ് രണ്ടാം പിണറായി സർക്കാരിലേക്ക് മാറ്റിയത്. ഇത് RSS BJP നേതൃത്വത്തെ സംബന്ധിച്ച് അവർ ഇത് കൃത്യമായി പഠിക്കുന്ന ആളുകളാണ്. അവർക്കത് മനസ്സിലായി. ഈ ഒരു കാരണം കൊണ്ടാണ് രണ്ടാമതൊരു LDF സർക്കാർ അധികാരത്തിൽ വന്നതെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ പണം ലഭിക്കാനുള്ള അവസാനത്തെ വഴി വരെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ രാഷ്ട്രീയത്തിന്റെ റിഫ്ലക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പൊ കേരളം എത്രയോ വർഷത്തിലാദ്യമായിട്ടാണ് ഒരു ശമ്പളം 1-ാം തീയതി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ അവരെ കൊണ്ട് പറ്റി. ഈ പണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പണം കഴിഞ്ഞ ഫെബ്രുവരി കൊടുക്കാമെന്ന്, ഫെബ്രുവരി 15-ന് നിങ്ങൾക്ക് തരാം. അതിനു മുമ്പ് നമുക്ക് ന്യായമായി കിട്ടേണ്ടതാണ്. സുപ്രീം കോടതിയിൽ കേസിന് പോയി, കേസിന്റെ ഭാഗമായി ചർച്ച നടത്താൻ വേണ്ടി പറഞ്ഞു. ആ ചർച്ചയിൽ അംഗീകരിച്ച കാര്യമാണ്. അതുപോലെ അവർ സംസ്ഥാന സർക്കാരിന് കൊടുക്കാതെ ഇങ്ങനെ ഞെക്കി ഞെരുക്കി കൊല്ലാനുള്ള ഒരു എന്താ പറയണ്ടേ, നമ്മുടെ ഭരണഘടന പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ്. നമ്മളുടെ മേലധികാരിയോ നമ്മളുടെ ഹെഡ് മാസ്റ്ററോ അല്ല കേന്ദ്ര സർക്കാർ. ഈ രാജ്യം ഭരിച്ചുകൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ചില മൗലികമായ ചില അറേഞ്ച്മെന്റ്, അതാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി ഈ രാജ്യം സംസ്ഥാനങ്ങളുടെ രാജ്യമാണ്. അപ്പൊ ആ സംസ്ഥാനങ്ങളിൽ ഒന്നിനെ ഞെക്കിക്കൊല്ലാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമത്തിനെതിരെയുള്ള വലിയ ചെറുത്തുനിൽപ്പാണ് കേരളം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിന് പുറകിലുള്ള രാഷ്ട്രീയം. ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും അതിനെ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ RSSന് ഒരിക്കലും ദഹിക്കാത്ത പിന്നെ ഒരു നമ്മുടെ ഭരണഘടന മൊത്തത്തിൽ അവർക്ക് ദഹിക്കില്ല. ആർട്ടിക്കിൾ 1 ഒരിക്കലും ദഹിക്കില്ല. കാരണം ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇത്രയധികം സ്റ്റേറ്റുകളുടെ ഒരു സങ്കലനമാണെന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഡൈവേഴ്സിറ്റി അംഗീകരിക്കുന്നു എന്നുള്ളതാണ്.
അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ജമ്മു കാശ്മീരിൽ അവർ ചെയ്തതായാലും ശരി, ഇവിടെ ചെയ്യുന്നതായാലും ശരി, നമ്മുടെ സംസ്ഥാനങ്ങൾ എന്ന നിലയ്ക്ക് നമ്മുടെ അവകാശങ്ങളുടെ പുറത്ത് കുതിര കയറാനും അത് ഇല്ലാതാക്കാനുമുള്ള എന്നിട്ട് കേന്ദ്രവും കേരളം എല്ലാം ഒരു രാജ്യം ഭരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലോ എന്നൊരു രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ഇപ്പം കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ കേസും അത് തന്നെയാണെന്നുള്ളത്. അതാണ് അതിന്റെ ലാർജർ പൊളിറ്റിക്സ്. ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് വ്യതിരിക്തമായിരിക്കാനുള്ള നമ്മുടെ അവകാശത്തെക്കുറിച്ച്, ഈ രാജ്യത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ, ഭാഗമല്ല, നമ്മളാണ് ഈ രാജ്യം ഉണ്ടാക്കിയിരിക്കുന്നത്, ആ രാജ്യം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഇൻഹെറന്റ് ആയിട്ടുള്ള നമ്മളുടെ അവകാശങ്ങൾ അത് ഭരണഘടന അംഗീകരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഒരു ജനം എന്ന നിലയ്ക്ക് നമ്മളുടെ അവകാശങ്ങൾ, നമുക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശം അത് ഉറപ്പുവരുത്താനുള്ള വലിയ നിയമപരവും രാഷ്ട്രീയപരമായ പോരാട്ടമാണ്. അതിൽ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാരിലേക്ക് മാറി എന്നുള്ളത്, അതിന്റെ കാരണം എന്നുള്ളത്, അതിനെ ആവർത്തിക്കാതിരിക്കാൻ, ഒരു മൂന്നാം LDF സർക്കാർ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന RSS BJP. അതാണ് അതിന്റെ രാഷ്ട്രീയം എന്ന് നമ്മൾ കാണണം. റൈറ്റ്. അത് പറയുമ്പോൾ ഇപ്പോൾ ഈ കേസ് പിൻവലിക്കണം, എന്നാൽ നിങ്ങൾക്ക് ഇത് തരാം എന്ന് ചർച്ചയിൽ പറയുന്നു. അത് സുപ്രീം കോടതി അംഗീകരിക്കുന്നില്ല. കേസ് ഹർജി നൽകാൻ, ഈ ന്യായമായ അവകാശത്തെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ അത് കോടതി മുമ്പാകെ ധരിപ്പിക്കാനും അത് പിന്തുടരാനുമുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കുണ്ട് എന്ന് സുപ്രീം കോടതി പറയുന്നു. അതിനുശേഷം ഇനി തുടർന്നുള്ള കൂടുതൽ വായ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ചർച്ച നിങ്ങൾക്ക് നടത്താമെന്ന് പറയുന്നു. ആ ചർച്ചയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്കിത് അനുവദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളും ഇതേ ആവശ്യവുമായി വരും. അപ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ന്യായം പറഞ്ഞു എന്നാണ് ഇന്നലെ മനസ്സിലാക്കുന്നത്. ഇത് രണ്ടും, അതായത് നിങ്ങൾ കേസ് പിൻവലിച്ചാൽ അനുവദിക്കാനുള്ളത് അനുവദിക്കാം എന്ന് ആദ്യം പറയുന്നു, രണ്ടാമത് മറ്റ് സംസ്ഥാനങ്ങളും വരും എന്ന് പറയുന്നു. അതായത് നമ്മൾ ഈ ലാർജർ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ സംസ്ഥാനങ്ങൾ എന്നുള്ളത് അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും ഒരു ഫെഡറൽ സ്ട്രക്ചറിൽ ഒരു സംസ്ഥാനത്തിനുള്ള അധികാര അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനും ശ്രമിക്കുന്നതിനെ മുളയിലെ അങ്ങ് ഇല്ലാതാക്കുക എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണോ ഈ കേസ് പിൻവലിക്കണം എന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്? എക്സാക്ട്ലി, അത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ എനിക്ക് ഏറ്റവും അതിശയം എന്നുള്ളത് സത്യത്തിൽ സുപ്രീം കോടതി 2 ജഡ്ജിമാരും അവർ രണ്ടുപേരും പറഞ്ഞു, നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങൾ ഒരു രാജ്യത്തിന്റെ, ഇപ്പം കേരളം റെക്ലെസ് ആയിട്ട് കടമെടുക്കാൻ പാടുണ്ടോ? ചിലപ്പം കേരളത്തിലെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. അപ്പോ കേരളം അപ്പൊ ഭരണഘടന നിർമ്മിക്കുമ്പോൾ അതിൽ മനുഷ്യർ കണക്കാക്കുന്നത്, ഭരണഘടനാ സംവിധാനത്തിൽ അവർ ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അവർ കണക്കാക്കുന്നത് സംസ്ഥാന സർക്കാർ ഒരു പരമാധികാര സർക്കാരാണ്. വളരെ കുറഞ്ഞ കാര്യങ്ങളിൽ മാത്രമേ കേന്ദ്ര സർക്കാരിന് അത് എഴുതി വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ അധികാരമാണ്. അതിൻ്റെ അകത്ത് കേന്ദ്ര സർക്കാരിന് ഒരു അധികാരവും ഇല്ല. അത് അതിന്റെ സ്ട്രക്ചറിൽ തന്നെ ഉണ്ട്. അപ്പം ഈ അധികാരം ഉപയോഗിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയിൽ പോയി ഇവർ പറയുമ്പം സുപ്രീം കോടതി അവർ 2 കാര്യം ചോദിച്ചു. ഒന്ന്, നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ നിബന്ധനകൾ വെക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതെങ്ങനെയാണ് നിങ്ങളത് പറയുന്നത്? അത് നിങ്ങൾ സംസ്ഥാനത്തിന് അധികാരം നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ കോടതിയോടും കൂടി നിങ്ങൾ പറയുകയാണ്. അതായത് നിങ്ങൾ ഈ കാര്യം കേൾക്കാൻ പാടില്ല എന്ന് കോടതിയോട് കൂടി നിങ്ങൾ പറയുകയാണ്. സംസ്ഥാനത്തോട് നിങ്ങൾ ഇത് പറയുമ്പം എസെൻഷ്യലി ദാറ്റ് ഈസ് എ മെസ്സേജ് ടു അസ്. ഞങ്ങളോടും പറയുകയാണ് നിങ്ങൾ ഇത് കേൾക്കാൻ പാടില്ല എന്നുള്ളത്. സുപ്രീം കോടതി ഈ കേസ് കേൾക്കാൻ പാടില്ല. കാരണം സുപ്രീം കോടതി ഭരണഘടനാപരമായി ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ അത് ശരിയായ തീരുമാനം എടുക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു സങ്കല്പം. ആ തീരുമാനമെടുക്കാൻ അവരെ അനുവദിക്കില്ല. അപ്പം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന് ഒരു കേസ് ഉണ്ടെങ്കിൽ, കേന്ദ്ര സർക്കാർ പറയുന്നത് ശരിയാണ് എങ്കിൽ, കേരളം റെക്ലെസ് ആയിട്ടാണ് കടമെടുക്കുന്നത് എങ്കിൽ ആ കാര്യം സുപ്രീം കോടതിയെ ബോധിപ്പിക്കാവുന്നതേ ഉള്ളൂ അവർക്ക്. സുപ്രീം കോടതി ന്യായമായിട്ട് തീരുമാനമെടുക്കുമെന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പരസ്യമായിട്ട് സുപ്രീം കോടതി ബയാസ്ഡ് ആണെന്ന് പറയാൻ ഏതായാലും കേന്ദ്ര സർക്കാരിന് പറ്റില്ലല്ലോ. ഭരണഘടനാപരമായി സംസ്ഥാന സർക്കാരിന് അവകാശം ഉണ്ടല്ലോ. അപ്പൊ എന്നാൽ സുപ്രീം കോടതി ഈ കേസ് കേൾക്കട്ടെ എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കാത്തതിന്റെ അർത്ഥം 2 ഒന്ന്, ഇത് സുപ്രീം കോടതിയിലുള്ള അവിശ്വാസം. അത് ആ ജഡ്ജിമാരെ നല്ലപോലെ അവരത് ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായി. 2 ജഡ്ജിമാരും അത് പറഞ്ഞു. എന്നിട്ട് അതിൽ ഒരു ജഡ്ജി ജസ്റ്റിസ് വിശ്വനാഥൻ അത് വളരെ കൃത്യമായിട്ട് പറയും, അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം വളരെ കൃത്യം. അതൊഴികെ നിങ്ങളിപ്പോൾ കേരളത്തോട് പറഞ്ഞ് നിങ്ങളെ 10,000 ചില്ലറ കോടി നിങ്ങൾ എടുക്കുക, ബാക്കി ചർച്ച ചെയ്യുക, ഞങ്ങൾ ഓർഡർ പോലും പറക്കുന്നില്ല, യു ക്യാൻ മെൻഷൻ ഇറ്റ്. ഇപ്പൊ എനിക്കൊന്ന് തിങ്കളാഴ്ച നമ്മുടെ സംസ്ഥാന സർക്കാർ അവിടെ പോയി മെൻഷൻ ചെയ്യും. ഇതാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടത്തണം, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നടത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള പരിപൂർണ അവകാശം നമുക്കാണ്. അത് നമ്മുടെ ഭരണഘടന നമുക്ക് അംഗീകരിച്ചു തന്നിരിക്കുന്ന കാര്യമാണ്. കേന്ദ്ര സർക്കാരിന് നമുക്കിപ്പോൾ ഇത്രയും വലിയൊരു അപകടം വന്നത് എങ്ങനെയാണ്? നമ്മൾ GST നടപ്പാക്കാൻ വേണ്ടി പോയതാണ്. GST നടപ്പാക്കാൻ വേണ്ടി പോകുമ്പോൾ അത് വലിയൊരു ഭരണഘടനാ ഭേദഗതിയാണ്. അത് നമ്മളെല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പാസ്സാക്കിയ ഒരു ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാനങ്ങൾക്കുള്ള പണം കേന്ദ്ര സർക്കാർ തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഈ പണത്തിന്റെ പുറത്ത് അട്ടിയിരിക്കുന്ന കേന്ദ്ര സർക്കാർ അവർക്ക് തോന്നുന്ന സംസ്ഥാനങ്ങൾക്ക്, അവർക്ക് ഇഷ്ടമുള്ള സംസ്ഥാനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പണം ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക. ഇപ്പൊ പ്രൈമറി സ്കൂളുകൾ ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ 1,00,000 കോടി രൂപ വെക്കുന്നു. അപ്പോൾ ഏതൊരു ഇതാണെങ്കിലും നമുക്ക് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 3.5% നമുക്ക് കിട്ടണം. പ്രൈമറി സ്കൂളുകൾ ഇല്ലാത്ത പഞ്ചായത്തുകളിൽ പ്രൈമറി സ്കൂൾ കെട്ടാൻ വേണ്ടി പണം കൊടുക്കുന്നതിന് കേരളത്തിന് 1 രൂപ കിട്ടൂല. ഉത്തർപ്രദേശിലും ബീഹാറിലും പണം കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇന്ത്യ രാജ്യം എന്ന നിലയ്ക്ക് പണം കുറവുള്ള നാടുകളിൽ, വികസന പ്രവർത്തനങ്ങൾ നടക്കാത്ത നാടുകളിൽ അടിസ്ഥാന വിമർശനത്തിന് വേണ്ടി പണം മുടക്കാൻ വേണ്ടി മലയാളികളായ നമുക്ക് ബീഹാറിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും സ്കൂൾ വരാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അതിനൊക്കെ ഒരു മര്യാദയില്ല. അതിനൊക്കെ ഇതിങ്ങനെ പണം ചെലവാക്കുമ്പം, ഉത്തർപ്രദേശിന് കൊടുക്കുമ്പം നമ്മൾ നേടിയ നേട്ടത്തിനനുസരിച്ച് നമ്മുടെ കഴുത്തിന് പിടിക്കരുത്. അവർ ചെയ്യുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുകയും നമുക്ക് ന്യായമായി നമ്മൾ കടമെടുക്കാൻ നിയമത്തിനുള്ളിൽ, പരിധിക്കുള്ളിൽ, സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രൂഡൻസും നിലനിർത്തിക്കൊണ്ട് തന്നെ കടമെടുത്ത് നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മളെ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഇരുതല മൂർച്ചയുള്ള വാളാണ് കേന്ദ്ര സർക്കാർ ഇപ്പം കേരളത്തിന് നേരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ അവകാശമാണ് എന്നുള്ള ആത്മാഭിമാനം എങ്ങനെയാണ് കേരള സർക്കാർ ഇവിടെ മലയാളിയുടെ ആത്മാഭിമാനം കഴിഞ്ഞ പ്രതിസന്ധി ഘട്ടത്തിൽ ഉറപ്പിച്ചു നിർത്തിയത്, അതുപോലെ തന്നെ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മളുടെ സംസ്ഥാനത്ത് ജീവിക്കുന്ന പൗരന്മാർ, തുല്യ അവകാശമുള്ള പൗരന്മാർ എന്ന നിലയ്ക്ക് നമ്മളുടെ ആവശ്യം അസേർട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ പരിപൂർണമായും സംസ്ഥാന സർക്കാരിന്റെ ഒപ്പം നിൽക്കാൻ എല്ലാ മലയാളികൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാഷ്ട്രീയം എന്നുള്ളത് വേറെ വിഷയമാണ്. നമുക്ക് കേരളത്തിലെ LDF സർക്കാരിനെ എതിർക്കാൻ എനിക്ക് കാരണങ്ങളുണ്ട്, നിങ്ങൾക്ക് കാരണങ്ങളുണ്ടാവും, പലതരം. നമുക്ക് വെറും രാഷ്ട്രീയം വെച്ച് മാത്രമേ എതിർക്കാം, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക്, ഒരു മലയാളി എന്ന നിലയ്ക്ക്, കേരളത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്കും ഇത് നമ്മളുടെ വളരെ അടിസ്ഥാനപരമായ അവകാശമാണ് എന്നുള്ള ധാരണ മനുഷ്യരിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമുണ്ട്. രാജ്യത്തിന്റെ ഏറ്റവും ട്രാജഡി ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഇതിൽ കേരള സർക്കാരാണ് അല്ലെങ്കിൽ ഒരു LDF സർക്കാരാണ് അപ്പുറത്തുള്ളത് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ നടത്തുന്ന അങ്ങേയറ്റം നിരുത്തരവാദപരമായ ചില ക്യാമ്പയിനുകളുണ്ട്. കേരളത്തിന് ആശ്വാസം എന്നുള്ള മട്ടിൽ സുപ്രീം കോടതി വിധിയെ വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള ഇത് വളരെ അടിസ്ഥാനപരമായ ജനാധിപത്യ അവകാശങ്ങളെ കുറിച്ചുള്ള ധാരണയില്ലാത്ത ഒരു സൊസൈറ്റി എങ്ങനെയാണ് എണീറ്റ് നിന്ന് അവരുടെ ആത്മാഭിമാനത്തോട് കാര്യം പറയുക? ഇത് ഏതാണ്ട് കേന്ദ്രം നമുക്ക് അനുവദിച്ചു തരുന്ന എന്തോ ഒരു വലിയ ഔദാര്യമാണ് എന്നുള്ള മട്ടിൽ ഇത് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ അവകാശങ്ങളെ കുറിച്ച് ധാരണയില്ലാത്ത എങ്ങനെയാണ് ഒരു ജനാധിപത്യ സമൂഹം നിലനിന്ന് പോവുക എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ ഐഡന്റിറ്റി ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമമാണ്. നിർഭാഗ്യകരമായ ഒരു കാര്യമെന്ന് വെച്ചാൽ പലപ്പോഴും സുപ്രീം കോടതി പോലും ഇതിന് അടുത്ത് നിന്നിട്ടുണ്ട്. കാരണം ജമ്മു ആൻഡ് കാശ്മീരിനെ യൂണിയൻ ടെറിട്ടറി ആക്കിയുള്ള കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ കേസ് പിന്നെ എപ്പോഴും കേട്ടോളാം എന്ന് പറഞ്ഞപ്പം സുപ്രീം കോടതി ശരിക്കും ചെയ്തത് ഏതൊരു സംസ്ഥാനത്തെയും ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു തോന്നലിനെ വളം വെച്ചു കൊടുക്കുകയാണ്, അതിനെ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്തത്. അത് ശരിയായ കാര്യമല്ല. ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ നിലപാട് അതല്ല എന്നുള്ളതാണ്. നമുക്കതിൽ ആശ്വാസമുണ്ട്. പക്ഷേ ഇത് കേവലം ഒരു കോടതിയിൽ നിന്ന് കിട്ടുന്നതോ അതല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാർ നിലപാടിൽ നിന്ന് വരുന്നതല്ല. ഇത് നമ്മുടെ ഇൻഹെറന്റ് ആയിട്ട് നമുക്ക് ജനിച്ചപ്പോൾ നമ്മുടെ ജന്മാവകാശം എന്ന് പറയുന്നത് പോലെ ഉള്ളതാണ് ഇത്തരം കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ള നമ്മളുടെ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മുടെ ഇന്ത്യയിലെ 27 സംസ്ഥാനങ്ങളുടെയും അവകാശം അത് തന്നെയാണ്. അത് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനെതിരെയുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നുള്ളതും RSS BJP സംബന്ധിച്ചിടത്തോളം അത് അവരുടെ രാഷ്ട്രീയത്തിന്റെ DNA-യിൽ തന്നെയുള്ള കാര്യമാണ് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പ്രശ്നത്തെ അതിന്റെ ഒരു കോംപ്രിഹെൻസീവ് നേച്ചറിൽ, അതിന്റെ സർവ്വതല സ്പർശിയായിട്ടുള്ള കാര്യത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. എങ്കിൽ മാത്രമേ സംസ്ഥാനം നടത്തുന്ന പോരാട്ടം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. റൈറ്റ്. ഞാൻ അവസാനം ഒരു കാര്യം കൂടെ ചോദിക്കാം. അപ്പോൾ ഈ കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെടുമ്പോൾ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ കേസ് അങ്ങ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിന് മേൽ ഏറ്റവും കൂടുതൽ
നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് കാരണമായി പറയുന്നത് ബജറ്റിന് പുറത്ത് കടമെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ കിഫ്ബി വഴിയാണെങ്കിൽ, അല്ലെങ്കിൽ KSRTCക്ക്, അല്ലെങ്കിൽ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക്, അല്ലെങ്കിൽ ക്ഷേമ പെൻഷന് വേണ്ടി സ്ഥാപിച്ച കമ്പനിക്കൊക്കെ കടമെടുത്തു. അത് ബജറ്റിന് പുറത്താണ്, അത് നിങ്ങൾ ബജറ്റിൽ പെടുത്തണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യം. ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ബജറ്റിന് പുറത്ത് കടമെടുക്കുന്നത്, കേന്ദ്ര സർക്കാർ എന്തൊക്കെ പദ്ധതികൾക്ക് വേണ്ടി, ഇപ്പോൾ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്ക് വേണ്ടിയിട്ട് എത്ര തുക ബജറ്റിന് പുറത്ത് കടമെടുത്തിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ കോടതിയിൽ പരാമർശിക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിവേചനം, അതായത് കേന്ദ്രത്തിന് എന്തും ആവാം, കേന്ദ്രത്തിന് എത്ര പരിധി വരെ ധനക്കമ്മി ഉയർത്താം, കേരളത്തിന് സംസ്ഥാനങ്ങൾക്കത് സാധിക്കില്ല. കേന്ദ്രത്തിന് ബജറ്റിന് പുറത്ത് കടമെടുക്കാം, എത്ര വേണമെങ്കിലും കടമെടുക്കാം, വളം സബ്സിഡിയൊക്കെ ആണെങ്കിലും എന്ത് വേണമെങ്കിലും ഒക്കെ കടമെടുക്കാം. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ല. ഈ വിവേചനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് വരും എന്ന ഭയം ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനുണ്ടോ? അത് ഈ കേസിൻ്റെ തുടർച്ചയിൽ സംഭവിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാമോ? ഈ കേസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ സുപ്രീം കോടതിയിലെ അവരുടെ 2 ജഡ്ജിമാരുടെയും ഒരു കാര്യം എന്നുള്ളത്, കേരളം ഇപ്പോൾ പറയുന്ന ഈ 13,000 കോടിയുടെ കാര്യമൊക്കെ ഞങ്ങൾ സമ്മതിക്കാം, പക്ഷേ സംസ്ഥാനങ്ങളുടെ ധനഭദ്രത എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ആ കാര്യത്തിൽ കോടതി വളരെ ക്ലിയറാണ്. അതായത് എന്നാൽ പിന്നെ സംസ്ഥാനങ്ങളുടെ ഡെറ്റ് തീരുമാനിക്കാനുള്ള അവകാശം ഭരണഘടനാപരമായ സംസ്ഥാനത്തിനാണ്, അവർക്കിനി എന്ത് വേണം തീരുമാനിക്കാം. അങ്ങനെ ഒരു മറുപടി എന്തായാലും സുപ്രീം കോടതിയിൽ നിന്ന് വരില്ല. അതിലൊരു ഡയറക്ഷൻ എന്നുള്ള അവകാശം കേന്ദ്ര സർക്കാരിനുണ്ട് എന്നുള്ള കാര്യം കോടതി അംഗീകരിച്ച് മാത്രമേ ഈ കാര്യത്തിൽ ഒരു വിധി വരൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാരണം. അത് ന്യായവുമാണ്. കാരണം ഇത് രാജ്യം മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ ചിലപ്പോൾ അവരുടെ പരിധി വിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അപകടത്തിലാവുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു സൂപ്പർവൈസറി റോൾ ചിലപ്പോൾ കേന്ദ്ര സർക്കാരിന് കൊടുക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അത് ന്യായമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോഴെങ്കിലും ഈ ലോക്കൽ പൊളിറ്റിക്സിന്റെ പ്രഷർ കൊണ്ട് പലപ്പോഴും സംസ്ഥാന സർക്കാരുകൾക്ക് ചില തീരുമാനം എടുക്കേണ്ടി വരും. അപ്പം അത് ചിലപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് ചേർന്നാവണമെന്നില്ല. അപ്പം ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ, സ്പെസിഫിക് ആയിട്ടൊരു കേസല്ല, ലാർജർ പെർസ്പെക്റ്റീവിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ടൊരു വിധിയായിരിക്കും അവസാനം വരിക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ചിലപ്പോൾ കടമെടുക്കാൻ കുറച്ചുകൂടെ ഇത് കിട്ടുമായിരിക്കും, പക്ഷെ അതിൽ കേന്ദ്ര സർക്കാർ ഇപ്പൊ തന്നെ കേന്ദ്ര സർക്കാർ പല രൂപത്തിൽ അത് നിശ്ചയിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തുള്ള ഈ കണക്കുകൾ സംസ്ഥാന സർക്കാർ ഉറപ്പായിട്ടും പറയും. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കടം എന്നുള്ളത് 3 ലക്ഷം കോടിയിൽ 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയ്ക്ക് കോടിയാണ്. ഇപ്പൊ പക്ഷേ കേന്ദ്ര സർക്കാർ എനിക്ക് തോന്നുന്നു ആ പണം കടമെടുക്കൽ നിർത്തിയെന്ന് തോന്നുന്നു, അത് ബഡ്ജറ്റിലേക്ക് മാറ്റിയെന്ന് തോന്നുന്നു. പക്ഷെ അപ്പൊ നമ്മൾ പറയാണ് ഈ 3 ലക്ഷം കടം എടുത്തത് അടുത്ത വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽപ്പെടുത്തണം. ഈ കിഫ്ബിയുടെ കണക്ക് മുഴുവൻ കേരള സർക്കാരിന്റെ പരിധിയിൽപ്പെടുത്തിയാൽ നാഷണൽ ഹൈവേയുടെ പൈസ മുഴുവൻ അടുത്ത ബഡ്ജറ്റിൽ വരുത്തേണ്ടി വരും. അപ്പൊ കേന്ദ്ര സർക്കാർ അത് ചെയ്യുന്നില്ല. അതായത് അവർ ചെയ്യുന്നത് നാഷണൽ ഹൈവേ വഴി കടം എടുക്കുന്ന പരിപാടി നിർത്തുകയും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ആവശ്യമായിട്ടുള്ള എടുക്കുന്ന പണം അത് ബഡ്ജറ്റിൽ വകയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതിപ്പം ഈ 3,50,000 അവിടെ കിടപ്പുണ്ട്. ഇപ്പൊ കേരളത്തോട് ചെയ്തതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇത് മുഴുവൻ ഈ വർഷത്തെ കടമെടുപ്പ് പരിധിയിലേക്ക് ഇത് കൊണ്ടുവരണം. സംസ്ഥാന സർക്കാർ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കും. രണ്ടാമത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പം നാഷണൽ ഹൈവേ പറയുമ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മൾ ഇതിന്റെ ഒക്കെ പുറകോട്ട് പോകേണ്ടതാണ്. നാഷണൽ ഹൈവേകൾ പണിയുന്നത് നമ്മുടെ നാട്ടിൽ ടോൾ റോഡുകളായിട്ടാണ്. അതായത് പ്രൈവറ്റ് കോൺട്രാക്ടർ പണിയുകയും അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ എവിടെയാണ് ഇതിന് മാത്രം പണം മുടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉറപ്പായിട്ടും സുപ്രീം കോടതിയിൽ വരും. അപ്പം ഇത് നിങ്ങൾ എന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് ബാധകമല്ലാത്ത ഒരു കാര്യം അവർക്ക് ബാധകമാക്കുന്നത് എന്ന് വിശദീകരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് വളരെ ധാർമ്മികമായിട്ടൊരു ബാധ്യത വരും. അതുമാത്രമല്ല, പല സംസ്ഥാനങ്ങളിൽ ഇത് അപ്പൊ ഇതിന്റെ കണക്ക് ശരിക്കും പരിശോധിച്ച് കഴിയുമ്പം വേറൊരു കാര്യം കൂടി നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാവും. ഇത് അഫക്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ മിക്കവാറും പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പൊ അതിന്റെ പാറ്റേൺ വളരെ കൃത്യമായിട്ട് കോടതിക്ക് മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെടും. അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നം, അത് അവരെ ആഘോഷിക്കാനേ സാധ്യതയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു ഗവൺമെന്റ് എന്ന നിലയ്ക്ക് അതിന്റെ വിശ്വാസ്യതയെ ബാധിക്കും. ഗവൺമെന്റ് നടത്തുന്ന BJP നടത്തുന്ന RSSനോ ഈ വിശ്വാസ്യത ഒരു വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കണക്കുകളെ കുറിച്ച് മനുഷ്യർക്ക് ഇപ്പോഴുള്ള സംശയം അത് കൂടുതൽ ദൃഢീകരിക്കപ്പെടും എന്നുള്ള ഒരു അപകടം കേന്ദ്ര സർക്കാർ എന്ന നിലയ്ക്ക് മുൻകൂട്ടി കാണുന്നുണ്ടാവും. അതുകൊണ്ട് കൂടിയായിരിക്കും. അതല്ലെങ്കിൽ അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് ആണ് കേന്ദ്ര സർക്കാർ കളിച്ചത്. അതല്ലാതെ ആ കളി അവിടെ കളിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇത് തറലി എക്സ്പോസ്ഡ് ആകാവുന്നതേ ഉള്ളൂ. ആ അപകടം
കേന്ദ്ര സർക്കാർ മുൻകൂട്ടി കാണുന്നുണ്ട് എന്ന് വേണം കണക്കാക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നു അടുത്ത ദിവസങ്ങളിൽ ഈ കണക്ക് എന്തായാലും കോടതി വിശദമായ കേസ് കേൾക്കലിലേക്ക് പോകുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്നലത്തെ ചർച്ച കൂടി പരാജയപ്പെട്ടതോടുകൂടി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും അത് മെൻഷൻ ചെയ്യാം, വിൽ ടേക്ക് ഇറ്റ് അപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഈ കണക്കുകളൊക്കെ കോടതിയുടെ മുമ്പിൽ വരും. അപ്പം നമുക്കറിയാം അത് കൃത്യമായിട്ട് എന്താണ് കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കേന്ദ്ര സർക്കാർ താല്പര്യമുള്ള സംസ്ഥാനങ്ങളിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയപരമായി താല്പര്യമില്ലാത്ത സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതിന്റെ കണക്ക് നമുക്ക് കഴിഞ്ഞ ദിവസം കൂടി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറയുന്നുണ്ടായിരുന്നു, മെട്രോ പ്രോജക്റ്റ് അവർ അംഗീകരിച്ചതാണ്, പക്ഷെ അതിന്റെ ഒരു 1-2 ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആ പണം മൂലം സംസ്ഥാന സർക്കാർ എടുക്കേണ്ടി വരികയാണ്. അപ്പോൾ എടുക്കേണ്ടി വരുമ്പോഴത്തേക്കും അവർക്ക് പണം എടുക്കാൻ പറ്റുന്ന വീണ്ടും കുറയുന്നു. അതായത് കേന്ദ്ര സർക്കാരിന്റെ വീതം കൂടി എടുത്തുകൊണ്ട് മാത്രമേ അവർക്ക് ആ പ്രോജക്റ്റായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പണം കടമെടുത്ത് കഴിയുമ്പം അവർക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പണം എടുക്കാനുള്ള അവസരം കുറയുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിന് ഒരു തരത്തിലുള്ള റേഷണൽ എല്ലാ ഇന്ത്യൻ പൗരൻ, നമുക്ക് വിഭവങ്ങൾ കുറവുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പം കുറവുള്ള വിഭവങ്ങൾ നമ്മൾ പിന്നെ നീതിപൂർവമായിട്ട് വേണം വിതരണം ചെയ്യാൻ എന്നൊരു ഉത്തരവ് സുപ്രീം കോടതിയിൽ നിന്ന് വരുമോ എന്നുള്ള ഭയം നിർബന്ധമായിട്ടും BJP കേന്ദ്ര സർക്കാരിനുണ്ട്. അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഇത് എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. റൈറ്റ്. വളരെയധികം നന്ദി ശ്രീ KJ ജേക്കബ് ഈ ഘട്ടത്തിൽ സംസാരിച്ചതിന്. കേരളത്തിൻ്റെ ധനകാര്യ പ്രതിസന്ധി, ഈ സാമ്പത്തിക വർഷത്തെ ധനപ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമയുദ്ധത്തിനപ്പുറത്ത് ഇത് സംസ്ഥാനത്തിൻ്റെ അർഹതപ്പെട്ട അധികാര അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, അത് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ യൂണിയനാകുന്ന രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനോ അത് ഉറപ്പുവരുത്താനോ വേണ്ടിയിട്ടുള്ള ഒരു നിയമയുദ്ധമായി കേരളത്തിൻ്റെ ഈ നടപടിയെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ കാണേണ്ടി വരും. വളരെ നന്ദി ഇൻസൈറ്റിൽ സഹകരിച്ചതിന്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.